ഹേ ഗായ്സ്, കുറേ ദിവസങ്ങൾക്ക് മുന്നേ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കെമിസ്ട്രി പബ്ലിക് എക്സാമിൻ്റെ പ്രിപ്പറേഷൻസും എക്സാം ഡേയും എക്സാം റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് ടെക്നിക്കൽ എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായ ഒരു വീഡിയോ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ലേറ്റായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ കുറച്ച് വൃത്തിക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ലൊരു വ്ളോഗായിട്ട് ഇടണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പണിവിട്ട് എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കാനും എനിക്കൊരു മനസ്സ് വരുന്നുണ്ടായില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കുമായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, ജസ്റ്റ് ഒന്ന് വീഡിയോ കാണുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു Q&A പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് 100 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡീസോ അല്ലെങ്കിൽ യൂട്യൂബ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പേഴ്സണൽ Q&A അല്ല. അപ്പോൾ പേഴ്സണൽ Q&A നമുക്ക് വേറെ എപ്പോഴെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, അതായത് എന്തെങ്കിലും സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടോ ഇല്ലെങ്കിൽ യൂട്യൂബും കാര്യങ്ങളായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. പിന്നെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം, അതായത് ഫേവറേറ്റ് ആയിട്ടുള്ള തിങ്സ് അങ്ങനത്തെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു കെമിസ്ട്രി വ്ളോഗിൽ പറയുകയാണെങ്കിൽ കുറച്ച് അധികം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കെമിസ്ട്രി എക്സാമിന് വേണ്ടിയിട്ട്. ഞാൻ പൊതുവെ അങ്ങനെ കെമിസ്ട്രിക്ക് ലൈവുകളും കാര്യങ്ങളൊന്നും കാണുന്ന ആളല്ല. പക്ഷേ മോഡൽ എക്സാം ടഫായ പിന്നെ തന്നെ നമുക്കൊരു പേടിയായിരുന്നു ഈ ഒരു കെമിസ്ട്രീനെ പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു 4 ചാനൽസിൻ്റെ എന്തോ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലും കണ്ടത് സൈലത്തിൻ്റെയും എഡോപോട്ടിൻ്റെതാണ്. പിന്നെ ഏഗണും എക്സാമിനറിൻ്റെയൊക്കെ ജസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ കുറച്ച് സെൽഫ് സ്റ്റഡിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ചില ചാപ്റ്റേഴ്സൊക്കെ തിയറി പോലെ നല്ല വൃത്തിക്ക് പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ സ്വയം തന്നെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സമയം ഒന്നും നോക്കാണ്ടൊക്കെ ആയിരുന്നു വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായത്. പിന്നെ എക്സാം റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായില്ല, എക്സാം ആൻസർ കീ നോക്കുന്നത് വരെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എക്സാം പൊതുവെ എല്ലാവരുടെ അഭിപ്രായത്തിലും ഈസി ആണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ എനിക്കും ഈസി ആയിരുന്നു. പക്ഷേ ആൻസർ കീ നോക്കിയപ്പോൾ എൻ്റെ കെയർലെസ് മിസ്റ്റേക്ക് കൊണ്ട് ഞാൻ കുറേ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിലായി. അപ്പോൾ ഇനി ടീച്ചേഴ്സിൻ്റെ കയ്യിലും അതുപോലെ ദൈവത്തിൻ്റെ കയ്യിലുമാണ്. ഇനി എന്താവോ എന്തോ അറിയില്ല. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.